22 വയസ്സ് കഴിഞ്ഞു എന്ന കാരണം പറഞ്ഞാണ് ദലിത് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെടുന്ന 5 വിദ്യാർത്ഥികൾക്ക് മഹാരാജാസ് കോളേജിൽ പ്രവേശനം നിഷേധിച്ചത്. അതേസമയം 22 വയസ്സ് കഴിഞ്ഞ ഏതാനും വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയിട്ടുമുണ്ട്. ഇവരാരും ദലിത് പിന്നോക്ക വിഭാഗത്തിൽ പെടുന്നവരല്ല. ഈ പശ്ചാത്തലത്തിലാണ് ദലിത് പിന്നോക്ക വിഭാഗങ്ങളെ പ്രായപരിധി ചൂണ്ടിക്കാട്ടി നീക്കി നിർത്തിയെന്ന ആരോപണം ഉയരുന്നത്. 22 വയസ്സിലുള്ള പിള്ളേർക്ക് കൂടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് വേറൊരു കാര്യം. 12 പിള്ളേർക്ക് കൂടെ അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട് ഇവർ. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങളോട് ഇപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ കോടതി വിധി വന്നിട്ട് ഞങ്ങളെ എടുക്കാം എന്നൊക്കെയാണ് അവർ പറയുന്നത്. കോളേജിലെ വിദ്യാർത്ഥി സംഘടനകളോ യൂണിയനോ സമരത്തിന് പരസ്യ പിന്തുണ നൽകിയിട്ടില്ലെങ്കിലും വിദ്യാർത്ഥികളുടെ ആവശ്യത്തിൽ ന്യായമുണ്ടെന്നാണ് ഇവരുടെ പക്ഷം. ഇവർക്ക് തീർച്ചയായും കോടതിയിൽ സമീപിച്ചാൽ തീർച്ചയായും അവർക്ക് അനുകൂലമായി വിധി വരും. അത് ഉറപ്പുണ്ട്. ഞങ്ങളുടെ കയ്യിലുള്ള രേഖകളും എല്ലാ രേഖകളും ഇവർക്ക് ഫുൾ സപ്പോർട്ട് ചെയ്ത് അവരുടെ സമരത്തിൽ ഫുൾ സപ്പോർട്ട് ചെയ്ത് നിർത്തിയാണ്. കോളേജിന് സ്വയംഭരണ സ്വാതന്ത്ര്യം ലഭിച്ചതോടെയാണ് ബിരുദ പ്രവേശനത്തിന് പ്രായപരിധി വയ്ക്കാൻ കോളേജ് മാനേജ്മെന്റ് തീരുമാനിച്ചത്. എന്നാൽ പ്രായപരിധി ദളിത് പിന്നോക്ക വിദ്യാർത്ഥികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയും ചെയ്തു. ജാതി വിവേചനം ഇതിന് പിന്നിലില്ല എന്നാണ് പ്രിൻസിപ്പാൾ അവകാശപ്പെടുന്നത്. പ്രായക്കൂടുതലുള്ള മറ്റു കുട്ടികളുടെ പ്രവേശനം റദ്ദാക്കുന്നത് ആലോചനയിലാണെന്നും അവർ പറഞ്ഞു. ഈ ഏജ് ലിമിറ്റ് നമ്മൾ വെച്ചിട്ടില്ലെങ്കിൽ അവൻ മിങ്കിൾ ചെയ്യാൻ പോകുന്നത് വളരെ വലിയ പ്രായം കൂടിയ, ചിലപ്പോൾ അത് 25 ആവാം, 26 ആവാം, ഇങ്ങനെയുള്ള കുട്ടികളായിട്ടാണ് മിങ്കിൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഹാർട്ട് ഓഫ് ദ സിറ്റിയിലുള്ള ഈ കോളേജിൽ കുട്ടികൾ വഴിതെറ്റാനുള്ള ഒരുപാട് സാഹചര്യമുണ്ട്. കോളേജിൽ പുതുതായി കൊണ്ടുവന്ന നിയമങ്ങളിൽ പരക്കെ അതൃപ്തിയുണ്ട്. പലതരം വിവേചനങ്ങൾക്ക് ഇത് കാരണമാവുന്നതായും ആക്ഷേപമുണ്ട്. മീഡിയ 1 കൊച്ചി.